മച്ചാമാരെ ഫൈനലി നമുക്ക് പോകാനുള്ള ടിക്കറ്റ് കൺഫേം ആയി. അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് മുംബൈയിൽ നിന്ന് കേരളത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിപ്പോൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് എന്റെ ബാഗും എടുത്തിട്ട്. അങ്ങനെ ഇപ്പോൾ വീടൊക്കെ ലോക്ക് ചെയ്ത് നമ്മളിപ്പോൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് താഴെ ഇരുന്നപ്പോഴാണ് ദേ നമ്മളുടെ മുമ്പിൽ പൂച്ച സാറ് കിടക്കുന്നത്. അങ്ങനെ ഇവന് ചെറിയൊരു ടാറ്റയും കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്രയായി. 11:40 ട്രെയിൻ എടുക്കുന്നത്. ഇപ്പോൾ 11:14 ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ട്രെയിൻ എടുത്ത് നമ്മളെ ദിനുചേട്ടനാണ് ദേ ആ നിൽക്കുന്നത്. ദിനുചേട്ടന് ടാറ്റ കൊടുത്ത് നമ്മൾ ട്രെയിൻ അവിടെ നിന്ന് വിട്ട്. ഇതെന്തോ ഇവൻ ട്രെയിനെ ഓട്ടിച്ചിട്ട് പിടിക്കാമോ? ഇവിടെ കണ്ടോ ആവശ്യം പോലെ ട്രെയിനുകളുടെ എഞ്ചിൻ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും ദുരന്തർ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ദുരന്തർ കാണാമെന്ന് വിചാരിച്ചു. ഞാൻ കിടക്കുന്നതിന് തൊട്ട് മോളിൽ ഇതേകത്ത് ചെറിയൊരു നീല വെട്ടമുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റ് ഇപ്പൊ ഏതോ സ്റ്റോപ്പിൽ നിർത്തിയിട്ടേക്കാണ്. ആ നിർത്തിയിട്ട ഗ്യാപ്പിൽ മറ്റൊരു ട്രെയിൻ കടന്നു. പിന്നെ കുറച്ചേരം അച്ഛനെ അമ്മേനെയൊക്കെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ച്. കൊല്ലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രെയിനിൽ ആരും തന്നെ അധികം ഇല്ല. അങ്ങനെ ഇപ്പോൾ വർക്കല എത്താൻ വേണ്ടി വെയിറ്റിംഗിലാണ്. അതിന്റെ ഇടയിൽ നല്ല രീതിക്കുള്ള മഴയും ഉണ്ട്. ഫൈനലി അങ്ങനെ നമ്മളെ നാട്ടിലെത്തിയിരിക്കുന്നു. വലതുകാലം വെച്ച് തന്നെ അങ്ങ് ഇറങ്ങി. അങ്ങനെ നൈസായിട്ടൊരു കുഞ്ഞു യൂബറും പിടിച്ച് നമ്മളിപ്പോ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ വന്നു കയറി ആദ്യം തന്നെ നോക്കിയത് എന്റെ ഹോട്ട് വീൽസിന്റെ കളക്ഷനാണ്. നോക്കിയപ്പോൾ എല്ലാം അതേപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇനി ഒന്ന് ഫ്രഷ് ആയി കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ലവ് യു ഓൾ. ബൈ ഗൈസ്.